സഞ്ജയ് നോക്കിയപ്പോൾ ആളെ കണ്ടു. ആൾ വേറെ എവിടേക്കും നല്ലിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിരുന്നു. നമ്മളവിടെ പോയി ചിക്കൻ വെച്ച് പാകം ചെയ്യലാണ്. അവിടുത്തെ നേർച്ചയാണ്. എടപ്പള്ളി പള്ളിയുടെ ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയാണ് അവിടെ എല്ലാ വർഷവും മെയ് മാസത്തിൽ ചിക്കൻ പാകം ചെയ്യണ ഒരു വിശേഷ ദിവസമാണ് അന്നൊരു നേർച്ചയാണത്. നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ചിക്കനൊക്കെ വേണമെങ്കിൽ നേർച്ചയായിട്ട് ചിക്കൻ പള്ളിയിലേക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് ചിക്കൻ പപ്പും തൊടയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ വൃത്തിയാക്കി അങ്ങനെയാണ് അവിടെ ചിക്കൻ വയ്ക്കാറ്. പക്ഷെ നമ്മളങ്ങനെയല്ല കൊണ്ടുപോയത്. നമ്മൾ വീട്ടിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ കൊണ്ടുപോയത്. അപ്പോൾ അതേ പണിയില്ലല്ലോ നമുക്ക്. അങ്ങനെ ചിക്കനൊക്കെ അവിടെ പാകം ചെയ്യുന്ന ഇടയിൽ കൂടെ ഭയങ്കര കണ്ണിൽ നല്ല പുകയാണ് കേട്ടോ. നല്ല ചൂടും ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പാകം ചെയ്ത് പോകുന്ന സ്ഥലമാണല്ലോ. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഫുള്ള് ഫാമിലിയാണ് മൊത്തത്തിൽ. ഇഷ്ടം പോലെ അമ്മച്ചിമാരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പി തുടങ്ങിയിട്ടോ. അങ്ങനെ ഇവമോളിൽ ചിക്കൻ കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കാണുമ്പോൾ തിന്നാനുള്ളൊരു മടിയാണ് പിള്ളേർക്കൊക്കെ കേട്ടോ. അങ്ങനെ ഭക്ഷണം പകുതിയായപ്പോഴാണ് വെടിക്കെട്ട് തുടങ്ങിയത്. വെടിക്കെട്ടിനൊന്നും നമ്മൾ പള്ളിയിലേക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ ഞങ്ങൾ നിന്നോട്ടേ വെടിക്കെട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും തിക്കും തിരക്കവും അവിടെ. അങ്ങനെ തിക്കും തിരക്കിനിടയിൽ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഗീവർഗീസിന് പുണ്യാളൻ്റെ അടുത്ത് എത്തിയതാണ്. നമ്മൾ ഗീവർഗീസ് പുണ്യാളൻ അവിടെ എത്തി ഞങ്ങൾ ചെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് കിണറ്റിൽ വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഒരു